എലുസിഡേറ്റ് നോർമൽ ഗുഡ്സ് വിത്ത് എക്സാമ്പിൾ. എക്സാമിന് 2 മാർക്കിനൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ചിലപ്പോൾ നോർമൽ ഗുഡ്സ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ് ചോദിക്കാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ അതിന് ഡിഫറൻസ് ചോദിക്കാറുണ്ട്, എക്സാമ്പിളും ചോദിക്കാറുണ്ട്. 2 മാർക്കിനൊക്കെ കൂടുതലായിട്ട് കണ്ടുവരാറുള്ള ചോദ്യമാണിത്. വെൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസസ് ദ ഡിമാൻഡ് ആൾസോ ഇൻക്രീസസ് ആൻഡ് വെൻ ഇൻകം ഡിക്രീസസ് ഡിമാൻഡ് ആൾസോ ഡിക്രീസസ്. ഒരു കൺസ്യൂമറുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. എന്നാൽ ഇൻകം ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. നമ്മൾ ഡിമാൻഡും പഠിച്ചിട്ടുണ്ട്, അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കുറച്ച് ഘടകങ്ങളും പഠിച്ചിട്ടുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്വാണ്ടിറ്റി ഡിമാൻഡ് പഠിച്ചിട്ടുണ്ട് അല്ലേ. പ്രധാനമായിട്ടുള്ള 4 പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. അതിൽ രണ്ടാമത്തതായിരുന്നു ഏതായിരുന്നു? ഇൻകം ഓഫ് ദി കൺസ്യൂമർ. അതായത് ഇൻകം ഓഫ് ദി കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടർ ദാറ്റ് ഡിറ്റർമൈൻസ് ഡിമാൻഡ് ഈസ് ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ഒരു കൺസ്യൂമറെ ഡിമാൻഡ് ഇവിടെ തീരുമാനിക്കുന്നത് അയാളുടെ ഇൻകമാണ്. അപ്പം ചില വസ്തുവിൻ്റെ വില ഒന്ന് ചിലപ്പോൾ പ്രൈസ് നമ്മൾ ചില സമയത്ത് നോക്കൂല അല്ലേ. നമുക്ക് നമ്മളെ ഇൻകം വർദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അത് കൂടുതലായിട്ട് വാങ്ങാനോ അല്ലെങ്കിൽ എന്താണ് ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് തീരെ താല്പര്യമില്ലാതിരിക്കാനോ സാധ്യതയുണ്ട്. അപ്പം ഇവിടെ നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും അല്ലേ. അതിന് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. TV, പിന്നെന്താണ് ഡ്രസ്സ്, കാറ്, അങ്ങനെ വീട്ടിൽ നമ്മൾ വാങ്ങുന്ന ലക്ഷറി ആയിട്ടുള്ള വസ്തുക്കൾ കൂടുതലും നോർമൽ ഗുഡ്സിന് എക്സാമ്പിളാണ് അല്ലേ. കുറേ വീട്ടിലേക്ക് ആവശ്യമുള്ള നമ്മൾ പണം ഇൻകം കൂടുന്നതനുസരിച്ച് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങാറുണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, നോർമൽ ഗുഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഇതും ഇൻകത്തിനനുസരിച്ചാണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ചില വസ്തുക്കളുടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക അല്ലേ. ചില പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. അങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഇൻഫീരിയർ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വെൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫാൾസ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും. അപ്പം ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ചിലപ്പം നോർമൽ ഗുഡ്സോ അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സോ ആയിരിക്കും അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് കാണാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അതിന് വിത്ത് എക്സാമ്പിൾ അടക്കം ചോദിക്കാറുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം നോർമൽ ഗുഡ്സ് എന്താണ്, ഇൻഫീരിയർ ഗുഡ്സ് എന്താണെന്ന്. ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പം ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഇതും ഇൻകം ഓഫ് ദി കൺസ്യൂമറാണ്, ഉപഭോക്താവിന് വരുമാനത്തിനനുസരിച്ച് നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ വീട്ടിൽ നമ്മൾ ഗ്യാസ് സ്റ്റൗവിന് പകരം നമ്മൾ കെറോസിൻ്റെ മണ്ണെണ്ണ സ്റ്റൗവൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ വീട്ടിൽ നമ്മൾ വാഹനങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം വലിയ വെഹിക്കിൾസ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഓർഡിനറി ബസ് ഉപയോഗിക്കാൻ വേണ്ടിയാണ്, സാധാരണ ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുക. ഇതാണ് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പം അതുപോലെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്ന കുറച്ച് ഘടകങ്ങൾ. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണിത്. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് കൺസെപ്റ്റ്. എക്സാമിന് ഇതുപോലെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. The time period where at least one of the factors of production is fixed. The time period where all the factors of production can be varied. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് ഒരു ടൈം പീരീഡിൽ ചില വസ്തുക്കൾ അല്ലെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ റോ മെറ്റീരിയൽസിലെ ഇൻപുട്ട് ഫിക്സ്ഡ് ആയിരിക്കും അല്ലേ, അതായത് സ്ഥിരമായിരിക്കും. അതായത് ഒരു ഉൽപ്പാദനത്തെ സഹായിക്കുന്ന കുറച്ച് ഘടകങ്ങൾ അഥവാ ഇൻപുട്ടുകൾ ഫിക്സ്ഡ് ആയിരിക്കും. അതിൻ്റെ അളവിൽ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് വരുത്താൻ സാധിക്കില്ല. ദ ടൈം പീരീഡ് വേർ ആൾ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി വേരിഡ്. എന്നാലൊരു ടൈം പീരീഡിൽ ഒരു നിശ്ചിത കാലയളവിൽ എല്ലാത്തിൻ്റെ അളവിലും നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും. ഇതിനെ എന്താണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇതെന്താണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞത്. ദ ടൈം പീരീഡ് വേർ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഫിക്സ്ഡ്. അതായത് ഒരു പ്രൊഡക്ഷനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ടിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഇൻപുട്ടുകളുണ്ട്. അതിൻ്റെ ചിലത് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കില്ല, എന്നാൽ ചിലതിൽ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്, അല്ലെങ്കിൽ അത് അറിയപ്പെടുന്നത് എന്താണ്? ഇതിനെ നമ്മൾ എന്താന്ന് വിളിക്കുക, ഷോർട്ട് റൺ എന്ന് വിളിക്കും അല്ലേ. ഹ്രസ്വകാലം അല്ലെങ്കിൽ ഷോർട്ട് റൺ. ദ ടൈം പീരീഡ് വേർ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഫിക്സ്ഡ്. അതായത് ഒരു നിശ്ചിത കാലയളവ് ചിലതിൻ്റെ അളവ് എന്തായിരിക്കും, സ്ഥിരമായിരിക്കും. എന്നാൽ മറ്റേത് എന്തായിരിക്കും, വേരിയഡ് ആയിരിക്കും. മറ്റേതിൽ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും. അതിനെ ആ കാലയളവിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് റൺ അഥവാ ഹ്രസ്വകാലം അല്ലെങ്കിൽ ഷോർട്ട് റൺ എന്ന് വിളിക്കും. ഷോർട്ട് റൺ.
ദ ടൈം പീരീഡ് വേർ ആൾ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി വേരിഡ്. എന്നാൽ ഒരു ടൈം പീരീഡ് എല്ലാത്തിൻ്റെ അളവിലും മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും. എല്ലാത്തിൻ്റെ അളവിലും മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുന്ന ഇതിൻ്റെ കാലയളവിൽ നമ്മൾ എന്ത് വിളിക്കും? ലോങ് റൺ എന്ന് വിളിക്കും അല്ലേ? ലോങ് റൺ. ലോങ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ഉള്ളതിനെയാണ് എന്ത് പറയുക? നമ്മൾ ലോങ് റൺ എന്ന് വിളിക്കുക. അപ്പം ലോങ് റണ്ണിൽ എന്തായിരിക്കും? എല്ലാത്തിൻ്റെ അളവിൽ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി, ചേഞ്ച് വരുത്താൻ വേണ്ടി സാധിക്കും. അതായത് ഒരു വർഷത്തേക്കാണെങ്കിൽ ബിൽഡിങ്, അതുപോലെ തന്നെ എന്താണ് ഇൻപുട്ട്, പിന്നെന്താണ് കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും നമ്മൾ കമ്പനിയിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ. ഇവയുടെ അളവിലും ഇവയുടെ വേജിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും. വെഹിക്കിളിൻ്റെ അളവിൽ, ടെക്നോളജിയിലൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും. എന്നാൽ ഷോർട്ട് റണ്ണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ അളവിൽ നമുക്ക് പെട്ടെന്ന് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കില്ല. അവിടെ ഡെയിലി വേജസിൻ്റെ ആൾക്കാരെ ആണെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം, അതുപോലെ വേജിൽ നമുക്ക് മാറ്റം വരുത്താം. ഇങ്ങനെ കുറച്ച് ഘടകങ്ങൾ മാത്രമേ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം ഷോർട്ട് റൺ ആണെങ്കിൽ എല്ലാത്തിൻ്റെ അളവിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ ലോങ് റൺ ആണെങ്കിൽ എല്ലാത്തിൻ്റെ അളവിൽ നമുക്ക് എന്താണ് ചേഞ്ച് വരുത്താൻ വേണ്ടി സാധിക്കും. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എന്താണ് എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും? എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമായിട്ടുള്ള ഡിമാൻഡ്, എന്നാൽ എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അധികമായിട്ടുള്ള സപ്ലൈ. അതായത് സപ്ലൈയേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സസ് ഡിമാൻഡ് എന്ന് വിളിക്കും. എന്നാൽ ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ആണെങ്കിലോ അതിനെ നമ്മൾ എക്സസ് സപ്ലൈ എന്ന് വിളിക്കും. ദി സിറ്റുവേഷൻ വേർ മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഹയർ ദാൻ മാർക്കറ്റ് സപ്ലൈ. ഒരു കമ്പോളത്തിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവിടെ മാർക്കറ്റ് സപ്ലൈനേക്കാൾ കൂടുതൽ മാർക്കറ്റ് ഡിമാൻഡ് ആണെങ്കിൽ അറ്റ് എ ഗിവൺ പ്രൈസ്, അല്ല ഒരു നിശ്ചിത വിലയ്ക്ക്, ഈസ് കാൾഡ് എക്സസ് ഡിമാൻഡ്. അതിനെ നമ്മൾ എക്സസ് ഡിമാൻഡ് എന്ന് വിളിക്കും. അതായത് ഒരു നിശ്ചിത വിലക്കായിരിക്കും മാർക്കറ്റിൽ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറാവുക. എന്നാൽ ആ സമയത്ത് സപ്ലൈനേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ, അല്ലെ കൂടുതൽ ആളുകൾ ചെല്ലുകയാണെങ്കിൽ, അല്ലെ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ എക്സസ് ഡിമാൻഡ് എന്ന് വിളിക്കും. ദി സിറ്റുവേഷൻ വേർ മാർക്കറ്റ് സപ്ലൈ ഈസ് ഹയർ ദാൻ മാർക്കറ്റ് ഡിമാൻഡ് അറ്റ് എ ഗിവൺ പ്രൈസ് ഈസ് കാൾഡ് എക്സസ് സപ്ലൈ. ഒരു നിശ്ചിത വിലയ്ക്ക് ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? എക്സസ് സപ്ലൈ എന്ന് വിളിക്കും. നിങ്ങൾ അതിൻ്റെ ഗ്രാഫൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഒരു ഡിമാൻഡ് കർവ് വരച്ച് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. ഇത് സപ്ലൈ കർവ്, ഡിമാൻഡ് കർവ് തമ്മിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് ഇക്വിലിബ്രിയം പോയിൻ്റ്. ഒരു നിശ്ചിത പ്രൈസ് അറ്റ് എ ഗിവൺ പ്രൈസ് ക്വാണ്ടിറ്റി, ഡിമാൻഡ് സപ്ലൈയും ടച്ച് ചെയ്യുന്ന പോയിൻ്റ് അല്ലേ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസിൽ ഡിമാൻഡ് സപ്ലൈയും ഈക്വലാണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കുക. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലുമാണ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? എക്സസ് സപ്ലൈ. എക്സസ് സപ്ലൈ. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പം അവിടെ സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും, ഡിമാൻഡ് ഡിക്രീസ് ചെയ്യാനും കാരണമാകും. നമ്മൾ പഠിച്ചുള്ളതാണ്. എന്നാൽ ഈ പ്രൈസ് ഡിക്രീസ് ചെയ്യണമെന്ന് വിചാരിക്കുക. പ്രൈസ് ഡിക്രീസ് ചെയ്ത്, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഡിമാൻഡ് സപ്ലൈ ഡിക്രീസ് ചെയ്യും. സപ്ലൈ ഡിമാൻഡ്, അതായത് ഡിമാൻഡിനെ സപ്ലൈനേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? എക്സസ് ഡിമാൻഡ്. എക്സസ് ഡിമാൻഡ്. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പം അത് എക്സസ് സപ്ലൈക്കും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പം അത് എക്സസ് ഡിമാൻഡിനും കാരണമാകും. വാട്ട് യു മീൻ ബൈ മാർജിനൽ പ്രൊപ്പൻസ് ടു കൺസ്യൂം? MPC. ചിലപ്പോൾ മാർജിനൽ പ്രൊപ്പൻസ് ടു സേവും ചോദിക്കാറുണ്ട്. മാർജിനൽ പ്രൊപ്പൻസ് ടു കൺസ്യൂം അഥവാ സീമാന്ത ഉപഭോഗ പ്രവണത എന്നൊക്കെ പറയാറുണ്ട്. MPC. ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കൺസപ്ഷൻ ടു ചേഞ്ച് ഇൻ ഇൻകം. നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മാർജിനൽ പ്രൊപ്പൻസ് ടു കൺസ്യൂം എന്ന് പറയും. അതായത് ഇൻക്രീസ് ചെയ്യുക മാത്രമല്ല ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അതായത് ഇൻകത്തിനനുസരിച്ച് കൺസപ്ഷൻ ഉണ്ടാവുക. ഇൻകം ഇൻക്രീസസ്, കൺസപ്ഷൻ ഇൻക്രീസസ്. ഇൻകം ഡിക്രീസസ്, കൺസപ്ഷൻ ആൾസോ ഡിക്രീസസ്. അല്ലെ, ഇൻകം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കൺസപ്ഷനിൽ ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ നമ്മൾ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നാണ് വിളിക്കുക. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, അതായത് MPC ഈക്വൽ ടു ഡെൽറ്റ C ബൈ ഡെൽറ്റ Y. ചേഞ്ച് ഇൻ ഇൻകം ആൾസോ ചേഞ്ച് ഇൻ കൺസപ്ഷൻ ഈക്വൽ ടു C. സ്മോൾ ലെറ്റർ C വെച്ചിട്ടാണ് MPCയെ സൂചിപ്പിക്കുന്നത്. അപ്പം ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യും, ഇൻകം ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് കൺസപ്ഷൻ ഡിക്രീസ് ചെയ്യും. അല്ലേ, ഇതിനെ ഈ റേഷ്യോക്ക് അല്ലെങ്കിൽ എന്താണ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് വിളിക്കുന്നത്.
ഇനി ചിലപ്പോൾ മാർജിൻ പ്രൊപ്പോസൽ ടു സേവും ചോദിക്കാറുണ്ട് എക്സാമിന്. ദി പ്രൊപ്പോർഷൻ ഓഫ് അഡീഷണൽ ടോട്ടൽ ഇൻകം യൂസ്ഡ് ഫോർ സേവിങ് ഈസ് കാൾഡ് മാർജിൻ പ്രൊപ്പോസൽ ടു സേവ് അഥവാ MPS. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ സേവിങ്ങും ഇൻക്രീസ് ചെയ്യും. എന്നാൽ ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ചിലപ്പം സേവിങ്ങും ഡിക്രീസ് ചെയ്യാൻ കാരണമാകും. ഇതിനെ നമ്മൾ മാർജിൻ പ്രൊപ്പോസൽ ടു സേവ് എന്ന് വിളിക്കും. MPS ഈക്വൽ ടു ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ. അതായത് ചേഞ്ച് ഇൻ ഇൻകം ആൾസോ ചേഞ്ച് ഇൻ കൺസപ്ഷൻ. ഇത് സ്മോൾ ലെറ്റർ എസ് വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. അപ്പം മാർജിൻ പ്രൊപ്പോസൽ ടു കൺസ്യൂമും മാർജിൻ പ്രൊപ്പോസൽ ടു സേവും എന്താണ് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യും, ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ കൺസപ്ഷൻ ഡിക്രീസ് ചെയ്യും. ആ റേഷ്യോയ്ക്ക് അതിനെ നമ്മൾ എന്ത് വിളിക്കുക? MPC എന്ന് വിളിക്കുന്നത്. എന്നാൽ അതുപോലെ MPS എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ സേവിങ് ഇൻക്രീസ് ചെയ്യും, ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ സേവിങ് ഡിക്രീസ് ചെയ്യും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? മാർജിൻ പ്രൊപ്പോസൽ ടു സേവ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ചിലപ്പം വൺ വേർഡ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതായത് MPC പ്ലസ് MPS ഈക്വൽ ടു 1. എക്സാമിന് ചോദിക്കും MPC അല്ലേ, MPC കണ്ടെത്താൻ വേണ്ടി ചോദിക്കാറുണ്ട്. 4 ഓപ്ഷൻ തരും അല്ലേ. അതായത് 1 മൈനസ് എന്താണ് MPS 1 MPC ആണ്, അങ്ങനെ കുറേ 4 ഓപ്ഷൻ തരും. അപ്പം MPCയും MPSയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇത് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. എന്നാൽ MPC കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് MPS. അതായത് MPC കണ്ടെത്താണെങ്കിൽ MPS അങ്ങോട്ട് കൊണ്ടുപോവുക ഈ സൈഡിലേക്ക്. അതിൽ നിന്ന് ഒന്നിൽ നിന്ന് MPS മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ MPC കിട്ടും. ഇനി MPS ആണ് കണ്ടെത്തുന്നതെങ്കിൽ 1 മൈനസ് MPC. ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഇത് വൺ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് അതുപോലെ ആവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. എലിസുഡേറ്റ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് വിത്ത് എക്സാമ്പിൾ. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അന്തരാള ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ഗുഡ്സ് യൂസ്ഡ് ആസ് ആൻ ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ് ആർ കാൾഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. അതായത് ചില വസ്തുക്കൾ അല്ലെങ്കിൽ ഇൻപുട്ടുകൾ ഉപയോഗിച്ച് ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ് മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. ആർ കാൾഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഇതിനെ നമ്മൾ അന്തരാള ഉൽപ്പന്നങ്ങൾ അഥവാ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വിളിക്കും. അതായത് ഒരിക്കൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാണ്. ചില കമ്പനികൾ ഒരിക്കൽ നിർമ്മിച്ച് കഴിഞ്ഞ വസ്തുക്കളാണ്. എന്നാൽ മറ്റൊരു കമ്പനികൾ അത് ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചില കമ്പനികൾ അതെന്താണ് ഇൻപുട്ടുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം എൻ്റെ എക്സാമ്പിളാണ് സിമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാം. ബ്രിക്സ്, സാൻഡ്, അയൺ അല്ലേ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ ഒരിക്കൽ ഓരോ കമ്പനികൾ നിർമ്മിച്ച് കഴിഞ്ഞ വസ്തുക്കളാണ് അല്ലെ. ഒരിക്കൽ ഒരു ഒരു ഔട്ട്പുട്ടാണ്, ചില കമ്പനികളുടെ ഔട്ട്പുട്ടാണ്. എന്നാൽ ഈ ഔട്ട്പുട്ട് മറ്റ് ചില കമ്പനികൾ അവരുടെ റോ മെറ്റീരിയൽസിലെ ഇൻപുട്ടാക്കി മാറ്റും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഗുഡ്സ് യൂസ്ഡ് ആസ് ആൻ ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ് ആർ കാൾഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. അപ്പം എക്സാമിന് 2 മാർക്കിനൊക്കെ കൂടുതലായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണത്. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഷോർട്ട് റണ്ണും ലോങ് റണ്ണും? വെൻ എ പ്രൊഡ്യൂസർ കനോട്ട് ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ആൾ ദി ഇൻപുട്സ് ദാറ്റ് ടൈം പീരീഡ് ഈസ് കാൾഡ് ഷോർട്ട് റൺ. അതായത് ഒരു പ്രൊഡ്യൂസർക്ക് അല്ലേ, ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എല്ലാത്തിൻ്റെ ഇൻപുട്ടിൻ്റെ അളവിൽ നമുക്ക് എന്താണ് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കില്ല. അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ എല്ലാത്തിലും നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കില്ല, ചേഞ്ച് വരുത്താൻ വേണ്ടി സാധിക്കില്ല. ആ കാലയളവിനെ അല്ലെങ്കിൽ എന്താണ് ആ പീരീഡിനെ നമ്മൾ ഷോർട്ട് റൺ എന്ന് വിളിക്കും. ഇനി ദി ലോങ് റൺ ഹി ക്യാൻ ബ്രിങ് ഇൻ ചേഞ്ചസ് ഇൻ ആൾ ഇൻപുട്സ് ദിസ് ടൈം പീരീഡ് ഈസ് നൗൺ ആസ് ലോങ് റൺ. എന്നാൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെ അളവിലും അയാൾക്ക് എന്താണ് ചേഞ്ച് വരുത്താൻ വേണ്ടി സാധിക്കും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ലോങ് റൺ എന്ന് വിളിക്കും. അപ്പോൾ ഷോർട്ട് റൺ എന്താണെന്ന് ലോങ് റൺ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഷോർട്ട് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർക്ക് ഒരിക്കലും എല്ലാത്തിൻ്റെ അളവിലും ചേഞ്ച് വരുത്താൻ വേണ്ടി സാധിക്കില്ല. ആൾ ദി ഇൻപുട്സ് ഹി കനോട്ട് ചേഞ്ച് ഇൻ ആൾ ഇൻപുട്സ്. അതിനെ നമ്മൾ എന്താണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലേ, ബിൽഡിങ്, അതുപോലെ ടെക്നോളജി അല്ലേ, പിന്നെ എന്താണ് അവിടെ സ്ഥിരമായിട്ട് കുറച്ച് ജോലിക്കാരുണ്ട്. ഇവരെ നമുക്ക് എന്താണ് ഇതിൽ നമുക്ക് പെട്ടെന്ന് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കില്ല, ചേഞ്ച് വരുത്താൻ വേണ്ടി സാധിക്കില്ല അല്ലേ. അവിടെ അതെന്താണ് അവിടെ
അത് ഫിക്സഡ് ആണ്. അത് നമുക്ക് കുറേ ടൈം എടുക്കേണ്ടി വരും അല്ലേ. ഷോർട്ട് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളൊക്കെ ആയിരിക്കും. അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഇതിൽ മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ ലോങ് റൺ ആണെങ്കിൽ എല്ലാത്തിനും അളവിൽ മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും. ബിൽഡിങ്ങിൽ മാറ്റം വരുത്താം, ടെക്നോളജിയിൽ മാറ്റം വരുത്താം, അല്ലെങ്കിൽ മെഷീനറിയിൽ മാറ്റം വരുത്താം. എല്ലാത്തിനും അളവിൽ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും. ഈ ഒരു കാലയളവിനെ നമ്മൾ എന്ത് വിളിക്കും? ലോങ് റൺ എന്ന് വിളിക്കും. എക്സാമിന് അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വിത്ത് 1 എക്സാമ്പിൾ. 2 മാർക്കിന് ചിലപ്പോൾ 4 എക്സാമ്പിൾ തന്നിട്ട് അതിൽ സ്റ്റോക്ക് ഏതാണ് ഫ്ലോ ഏതാണ് കണ്ടെത്താൻ വേണ്ടി പറയും. അല്ലെങ്കിൽ 2 മാർക്കിന് അതിന് ഡിഫറൻഷിയേറ്റ് അല്ലേ, സ്റ്റോക്കിൻ്റെ ഫ്ലോൻ്റെ താരതമ്യം ചെയ്യാൻ വേണ്ടിയും ചോദിക്കാറുണ്ട്. എ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഈസ് കാൾഡ് സ്റ്റോക്ക് അല്ലേ. ഒരു പ്രത്യേക സമയത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? സ്റ്റോക്ക് എന്ന് വിളിക്കും. എ സ്റ്റോക്ക് ഈസ് എ സ്റ്റാറ്റിക് കൺസെപ്റ്റ്. ഇറ്റ് ഹാസ് നോ ടൈം ലിമിറ്റ് അല്ലേ. ഇതിനൊരു പ്രത്യേക സമയത്തിന് ആവശ്യമില്ല. ഇറ്റ് ഈസ് മെഷേർഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഏതൊരു സമയത്തായാലും പെട്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതിനെ നമുക്ക് സ്റ്റോക്ക് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, എ വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം അല്ലേ. അതിന് കുറച്ച് ടൈം എടുക്കും. ഈസ് കാൾഡ് ഫ്ലോ. ഇറ്റ് ഈസ് ഡൈനാമിക് കൺസെപ്റ്റ്. ഇറ്റ് ഈസ് മെഷേർഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലേ. അതിന് നമുക്ക് കൂടുതൽ സമയം ആവശ്യം വരും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഫ്ലോ എന്നാണ് വിളിക്കുക. അപ്പോൾ സ്റ്റോക്ക് എന്താണ്, ഫ്ലോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സ്റ്റോക്ക് മെഷർ ചെയ്യണമെങ്കിൽ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ആണ്. എന്നാൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ആണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് കൺസെപ്റ്റ് ആണ്. എന്നാൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഡൈനാമിക് കൺസെപ്റ്റ് ആണ്. അപ്പം ഇതിന് എക്സാമ്പിൾ ചോദിക്കാറുണ്ട് അല്ലേ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അളക്കാൻ സാധിക്കുന്നത് വെൽത്ത് അല്ലെ. പെട്ടെന്ന് ഒരാളെ സമ്പത്ത് അല്ലെങ്കിൽ വെൽത്ത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ സാധിക്കും. സപ്ലൈ ഓഫ് മണി, റിസർവ് ബാങ്ക് അല്ലെ, ഗവൺമെൻറ് സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇറക്കിയ പണത്തിന് അളവ് എത്രയെന്ന് അറിയാൻ സാധിക്കും. ബാങ്ക് ഡെപ്പോസിറ്റ് അല്ലേ, ബാങ്കിൽ എത്ര ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി സാധിക്കും. പിന്നെ എക്സെട്ര, പിന്നെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഇനി ഫ്ലോക്ക് എക്സാമ്പിൾ ആണെങ്കിലോ, ഫ്ലോ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. നാഷണൽ ഇൻകം കണക്കാക്കുകയാണെങ്കിൽ 1 വർഷം എടുക്കും. എക്സ്പോർട്ട്, ഇമ്പോർട്ട് ഇതിനൊക്കെ ഒരു നിശ്ചിത കാലയളവുണ്ട് അല്ലേ. ബോറോയിങ് അല്ലേ, അതായത് വായ്പ വാങ്ങുക, ഒരു രാജ്യം വായ്പ വാങ്ങുന്നതൊക്കെ അതിനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അളക്കാൻ വേണ്ടി സാധിക്കില്ല, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പം സ്റ്റോക്ക് എന്താണെന്ന് ഫ്ലോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സ്റ്റോക്കും ഫ്ലോവും ഒന്നെങ്കിൽ 2 മാർക്കിന് താരതമ്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ 4 പോയിന്റ് എന്നിട്ട് അതിൽ സ്റ്റോക്ക് ഏതാണ് ഫ്ലോ ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അളക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താണ് സ്റ്റോക്കായിട്ടും, കൂടുതൽ ടൈം എടുക്കുകയാണെങ്കിൽ അതിന് ഫ്ലോ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.